എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വയനാട് ദുരന്തം ഏവരെയും ആകെപ്പാടെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതി മതഭേദമന്യേ എല്ലാവരും ആ ഒരു രക്ഷാപ്രവർത്തനത്തിലും അവരുടെ ദുഃഖത്തിലുമൊക്കെ പങ്കുചേർന്നുകൊണ്ട് ഓടിച്ചെന്ന് അവരെ സഹായിക്കാൻ പറ്റുന്നവർ ആ വഴിക്ക്, അല്ലാതെ സഹായിക്കാൻ പറ്റുന്നവർ അവരുടെ വഴിക്കൊക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കറിയാം, ഇത്രയും വലിയൊരു ദുരന്തം അത് മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നും വന്നതല്ല. അതൊരു ദുരന്തമാണ്, ഒരു പ്രകൃതി ദുരന്തമാണ്, അത് സംഭവിച്ചതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കും ഒരു മനസാക്ഷിയും ഇല്ലാതെ വർഗീയ കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ എന്ത് പറയാനാണ്? നിങ്ങൾക്കിതിൻ്റെ താഴെ ഒരു കമൻറ്റ് കാണാം. അവരെഴുതിയേക്കുന്നതാണ്, വയനാട് ദുരന്തത്തിൽ കൂടുതൽ എന്താ പറയുക, അങ്ങനെയല്ല എഴുതിയേക്കുന്നത് എങ്ങനെയാണ്, ചത്തത് കാക്കാമാരും കൃഷിക്കാരും ആണെന്ന് തോന്നുന്നു, നമ്മുടെ ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു എന്ന് ഒരു വർഗീയവാദി എഴുതിയിരിക്കുകയാണ്. എന്ത് കഷ്ടമാണല്ലോ ഇയാൾക്കൊക്കെ! ഇങ്ങനെ എഴുതാൻ തോന്നുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? കാരണം ഒരു ദുരന്തം കടന്നു വരുന്നത് ഒരിക്കലും ജാതി നോക്കിയോ മതം നോക്കിയോ ഒന്നുമല്ല. ഇപ്പം നമ്മൾ അങ്ങനെ നോക്കി നിന്നിരുന്നെങ്കിൽ അവരെ സഹായിക്കാൻ എത്ര പേരുണ്ടാകുമായിരുന്നു? ആ ദുരന്തത്തിൽ അകപ്പെട്ട് ഇട്ടിരിക്കുന്ന മനുഷ്യന്മാരെ സഹായിക്കാൻ എത്ര പേരുണ്ടാകുമായിരുന്നു? എന്നാൽ അങ്ങനെയൊന്നുമല്ല. എല്ലാ മതക്കാരും, അത് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും എല്ലാവരും ഒന്നിച്ച് അണിചേർന്നിരിക്കുകയാണ് ആ ഒരു ദുരന്ത മുഖത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്കാണ് ഇങ്ങനത്തെ കമൻറ്റുകളുമായിട്ട് ചിലർ ഇറങ്ങിയിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ബോധമില്ല, ബുദ്ധിയില്ല. ഒന്നാമത്. രണ്ടാമത്, മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. അവരുടെയൊക്കെ മനസ്സ് മരവിച്ചിരിക്കുകയാണ്. ഇതിലും വലിയൊരു ദുരന്തം അവർക്കോ അവരുടെ കുടുംബത്തിലോ സംഭവിച്ചു കഴിയുമ്പോഴേ അവരുടെ കണ്ണ് തുറക്കത്തുള്ളൂ. നമ്മൾക്കറിയാം, ഇന്ന് എവിടെ ചെന്നാലും ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആരും മതം നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ ചെയ്യാൻ നോക്കിയാൽ അവിടെ ചികിത്സ പോലും കിട്ടാത്ത അവസ്ഥ വരും. അങ്ങനെയല്ല മനുഷ്യന്മാർ ജീവിക്കുന്നത്. നമ്മളൊരു ദുരന്തത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ മനുഷ്യത്വമാണ് നമ്മളിൽ നിഴലിച്ച് നിൽക്കേണ്ടതെന്ന് ഈ വ്യക്തിയൊക്കെ എപ്പോൾ പഠിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിലൊരു മനുഷ്യത്വപരമായൊരു കമൻ്റ് ഉണ്ട് താഴെ. ഒരു കൊച്ചു കുഞ്ഞുള്ള ഒരു അമ്മ, ആ അമ്മയുടെ ഹസ്ബൻഡ് എഴുതിയിരിക്കുകയാണ്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വയനാട് ദുരന്തത്തിൽ ആർക്കെങ്കിലും മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഞങ്ങളിതാ റെഡിയാണ്, എൻ്റെ വൈഫ് റെഡിയാണെന്ന്. കാരണം ആ വൈഫിനെ അവരുടെ കാണിച്ചിരിക്കുന്നതാണ്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അവർക്കുള്ള മുലപ്പാലാണ്, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള മുലപ്പാലാണ് ഒരു അമ്മയിലുള്ളത്. ബട്ട് ഇവർ പറയുകയാണ്, ഞങ്ങൾ അതായത് ഈ ദുരന്തത്തിൽ പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മുലയൂട്ടാൻ തയ്യാറാണ്, അങ്ങനെയുള്ളവരെ അറിയിക്കണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അറിയിപ്പ് കിട്ടി. ഇവർ അപ്പം തന്നെ അങ്ങോട്ട് തിരിച്ചുപോയി. അത് മതം നോക്കിയിട്ടൊന്നുമല്ല. അവർ ചോദിച്ചില്ല ഏത് കുഞ്ഞുങ്ങൾക്കാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ല, ഹിന്ദു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ല, ക്രിസ്ത്യൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവർ റെഡിയാണ്. ഏത് കുഞ്ഞാണെങ്കിലും കുഴപ്പമില്ല, മനുഷ്യ കുഞ്ഞിന് കൊടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ യാത്ര തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾക്ക് കാണാം. ഇനി അടുത്തതൊന്ന് പറഞ്ഞിരിക്കുകയാണ്, ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് കുട്ടികളില്ല, അവിടെ അനാഥരായി തീർന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ദത്തെടുത്തുകൊള്ളാം, ഞങ്ങൾക്ക് തരുമോ, പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് മറ്റൊരു ഒരു സഹോദരൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മനുഷ്യത്വത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ് നമ്മൾക്ക് കാണുന്നത്. ഒരു സ്ഥലത്ത് മനുഷ്യൻ മൃഗമായി തീർന്നതിൻ്റെ ഒരു രൂപം നമ്മൾ കാണുമ്പോൾ, മറുവശത്ത് നമ്മൾ കാണുന്നത് മനുഷ്യത്വം, അതായത് മനുഷ്യൻ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യത്വത്തിൻ്റെ മുഖങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ സമയത്ത് ഇതൊക്കെ ഫേസ്ബുക്കിലാണ് ഈ കോലാഹലങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ഇവിടെയും കുറവൊന്നുമല്ല, യൂട്യൂബിലും കുറവൊന്നുമല്ല. പിന്നെ യൂട്യൂബേഴ്സ് അത് എന്താ പറയുക, ഡിലീറ്റ് ആക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ബട്ട് ഫേസ്ബുക്കിലെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് അടുത്തൊരു വർഗീയ കലാപത്തിന് ആൾക്കാർ ആഹ്വാനം ചെയ്യുകയാണെന്ന് വെച്ചാൽ, ആ കമൻറ്റ് ഏതോ ഒരു വിവരദോഷി കൊണ്ടൊന്ന് കമൻറ്റ് ഇട്ടു, അതൊന്ന് ഡിലീറ്റ് ചെയ്യാനൊന്നും ആർക്കും തോന്നിയില്ല. അതിൻ്റെ അടിയിൽ ചെന്നിട്ട് പ്രതിരോധിക്കേണ്ടവർ പ്രതിരോധിക്കുന്നു. എന്നാൽ പോസ്റ്റ് ഇട്ട ആൾക്ക് ഒരു സന്തോഷം, ഒരു മനസ്സുഖം. അതായത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റ് വന്ന് പോസ്റ്റ് റീച്ച് ആയിക്കോളൂ, അതിൻ്റെ ഒരു മനസ്സുഖം. ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കമൻറ്റ് അപ്പം എടുത്ത് തോട്ടിക്കളയണം, അല്ലാതെ വേറൊന്നും അതിനകത്ത് ചെയ്യാനില്ല. അവനെയൊന്നും എന്താ പറയുക, സമൂഹത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുകയോ വേണ്ട. കാരണം സ്വന്തം രൂപവും സ്വന്തം പേരും പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വർഗീയ കമൻറ്റുകൾ ഇടാൻ ഇവർക്ക് മടിയാണ്, അതിനുള്ള ധൈര്യമില്ലെന്നുള്ളതാണ് വേറൊരു സത്യം. വായ്ത്താളം അടിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ്. ഇങ്ങനെയുള്ള ടീമുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കി വിടുക, നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഈ ദുരന്ത മുഖത്ത് നമ്മൾ മതവും ജാതിയും ഒന്നും നോക്കിയിട്ടല്ല. മതവും ജാതിയും നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ആരെയും നമ്മൾക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല. എല്ലാവരും മനുഷ്യരാണ്, പച്ചയായ മനുഷ്യരെ, ചോരയും നീരുമുള്ള മനുഷ്യരാണ്. എത്ര പേരാണ് അതിനകത്ത് എന്താ പറയുക, ബലിയാടായിരിക്കുന്നത്, എത്ര കുഞ്ഞുങ്ങളാണ് അതിനകത്ത് പോയിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഓർത്ത് നമ്മൾക്ക് എല്ലാവർക്കും കൈ തുറക്കാം, അവർക്ക് വേണ്ടി ഒരുമിക്കാം. മതവും ജാതിയും ഒന്നും കൊണ്ടുവന്ന് എന്താ പറയുക, ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഒരു
എന്താ പറയുക, ഐക്യതയെ തകർക്കാൻ നിൽക്കുന്ന ഇങ്ങനെയുള്ള വിഷവിത്തുകളെയൊന്നും ആരും മൈൻഡ് ചെയ്യാതിരിക്കുക, അതാരും അവോയ്ഡ് ചെയ്ത് വിടുക. നമ്മളതിനെ പ്രതികരിക്കാൻ പോകുമ്പോഴാണ് ഇവർക്ക് അതൊന്നും കൂടെ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. നമ്മൾ അങ്ങനെയുള്ളവരെ മൈൻഡേ ചെയ്യേണ്ട. ആ കമൻറ്റുകൾ നോക്കുകയോ വേണ്ട. ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നവർ അത് ഡിലീറ്റ് ആക്കി വിടുക. അതായത് പോസ്റ്റ് മുതലാളികൾ അത് ഡിലീറ്റ് ആക്കി വിടുക. അല്ല എങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാനേ പോകാതിരിക്കുക. ഓക്കെ, എനിവേ നമ്മൾക്കും ആ വയനാട് ദുരന്തത്തിൽ പൊലിഞ്ഞു പോയവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഒപ്പം പരിക്ക് പറ്റിയിരിക്കുന്നവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. അതിനെ കഴിഞ്ഞ് വലിയൊരു കാര്യമാണ് അവർ ഇനി ആ ദുരന്തമുഖത്തായിരിക്കുന്നവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഒരിക്ക പറയുന്നത് കേട്ടു, എൻ്റെ സ്വർണം പോയി, എൻ്റെ പൈസ പോയി, എല്ലാം പോയി. അപ്പം നമ്മൾ ചോദിക്കും, ജീവൻ തിരിച്ചു കിട്ടിയില്ലേ എന്ന്. സത്യമാണ്, ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ എന്നാലും അവരുടെ ഒരായുഷ്കാലത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ ഒലിച്ചുപോയി. ഇനി അവർ ഒന്നേന്ന് തുടങ്ങണം. എവിടെ പോയി തുടങ്ങണം ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള നിസ്സഹായരാണ് ഇതിനകത്ത്. ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നവരുടെ മുന്നിലുള്ള വലിയൊരു കറുത്ത അധ്യായമാണത്. കാരണം ഇനി മുന്നോട്ടുള്ളവരുടെ ഭാവിയിൽ അവർ എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നമ്മൾക്കൊക്കെ ആകുന്നത് പോലെ അവരെ സഹായിക്കാൻ മുന്നോട്ടിറങ്ങാം. എനിവേ, വയനാട് ദുരന്തത്തിൽ പൊലിഞ്ഞു പോയവർക്ക് ആദരാഞ്ജലികൾ. ഒപ്പം അവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിക്കും അതുപോലെ രക്ഷാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാവർക്കും എന്താ പറയുക, നമ്മൾ നന്ദിയോടെ കൂപ്പുകൈ അർപ്പിക്കുന്നു. കാരണം അവരും ജീവൻ പണയം വെച്ച് അതിനകത്ത് അഹോരാത്രം പണിയെടുക്കുകയാണ്. അവർക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറയുവാനില്ല. കാരണം നമ്മളൊക്കെ ഭീതിയുടെ മുഖത്താണ്. നാളെ ഇനി മറ്റെന്തൊരു വാർത്തയാണ് കേൾക്കുന്നത് എന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. എനിവേ, നമ്മൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ആ ഒരു ദുരന്തത്തിൽ പെട്ടിരിക്കുന്നവരെ ഓർത്ത് അവർക്ക് വേണ്ടി നമ്മൾക്കാവുന്നതൊക്കെ ചെയ്തു കൊടുക്കാം.